മനോഹര കാഴ്ചകൾ ഒരുക്കി ഉറച്ചു നിന്ന ക്ലിഫിൻ്റെ ഒരു ഭാഗമാണ് ദാ ഇങ്ങനെ നഷ്ടമായിരിക്കുന്നത്. മഴ തുടരുന്നുണ്ട്, അത് ജനങ്ങളുടെ മനസ്സിൽ ആദി വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഇനിയും അത് ഇടിയാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെവശം പൂർണ്ണമായും ഇവിടേക്ക് പോന്നിരിക്കുന്നു. മുകൾ ഭാഗം ഇങ്ങനെ തള്ളി നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. ഇനിയും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അപകട സാധ്യത നിലനിൽക്കുന്നു. കുന്നിടിഞ്ഞു തുടങ്ങിയപ്പോഴേ മുന്നറിയിപ്പ് നൽകിയതാണ്. ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ ആരും തയ്യാറായില്ല. ഇപ്പോൾ കുന്നിടിച്ചിൽ തുടർക്കഥയാവുകയാണ്. അടിസ്ഥാനമടർന്ന് വീഴ്ചയിലേക്ക് തള്ളി നിൽക്കുന്ന ശിലകൾ. ഇത്രയും വ്യാപ്തിയിൽ മുൻപിങ്ങനെ കുന്നിടിഞ്ഞിട്ടില്ല. വർക്കല ഫോർമേഷൻ ഫേസ് 1 ഭാഗമായ ഇടവ വെറ്റക്കട കുന്നുകൾ ഉൾപ്പെടെ 4 ഇടങ്ങളിലാണ് കുന്നിടിഞ്ഞത്. കുന്നുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിക്ക് കാരണമായെന്നാണ് വിമർശനം. റിസോർട്ടുകളുടെ പ്രവർത്തനം, കുന്നിനോട് ചേർന്ന് 5 മീറ്റർ പോലും ദൂരമില്ലാതെ സ്വിമ്മിംഗ് പൂളുകൾ, കുന്നിൽ നിന്ന് താഴേക്കിറങ്ങാൻ പലയിടങ്ങളിലായി നിർമ്മിച്ചിരിക്കുന്ന പടിക്കെട്ടുകൾ എന്നിവ കുന്നിന് ബലക്ഷയം ഉണ്ടാക്കുന്നതാണ് പരാതി. ഹോട്ടലുകളിലെ മാലിന്യം ഒഴുക്കിവിടാൻ കുന്നുകൾ തുരന്ന് പൈപ്പുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ചുവട്ടിലെ മണ്ണ് ദുർബലമാണെന്ന് അപകടമറിയാതെ നിരവധി വിനോദസഞ്ചാരികളാണ് ക്ലിഫിലെത്തുന്നത്. കുന്നിൻ ചെരുവുകളിൽ മുളകളും മുള്ളുവേലിയും ഉപയോഗിച്ചുള്ള അനധികൃത നിർമ്മാണങ്ങളുമുണ്ട്. ടൂറിസം വികസനത്തിൻ്റെ പേരിൽ അനധികൃത നിർമ്മാണങ്ങൾ വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ വർക്കല ക്ലിഫ് വാണിജ്യ മേഖലയായി മാറി. അനധികൃത നിർമ്മാണങ്ങൾക്ക് രാഷ്ട്രീയ ഒത്താശയുണ്ടെന്ന പരാതിയും ബാക്കിയാണ്. കാലവർഷ മഴ എത്തിയതോടെ മഴ ശക്തമാവുകയാണ്, ഒപ്പം ആശങ്കയും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.